എന്തേ ഇവൻ വെറും ഒരു ടേപ്പ് റെക്കോർഡർ അല്ല കേട്ടോ. അതായത് 1979 വിപ്ലവം സൃഷ്ടിച്ച ഷാർപ്പിന്റെ GF ട്രിപ്പിൾ സീരീസിൽ വന്ന 666Z എന്ന് പറഞ്ഞ മോഡലാണ്. അതായത് ലോകത്തെ ആദ്യത്തെ ഡബിൾ ഡെക്ക് ഓഡിയോ കാസറ്റ് പ്ലെയർ. പിന്നെ അതെ ഇവന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10.5 കിലോ വരും കേട്ടോ. അതായത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ചില്ലറ ആരോഗ്യമൊന്നും പോരാ. അന്നത്തെ കാലത്ത് അതായത് 80കളിൽ ഈ ഒരു സെറ്റ് മേടിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു റേറ്റ് എത്രയാന്ന് പറഞ്ഞാൽ $645 ആട്ടോ. അതായത് ഒരു സാധാരണ ഗൾഫുകാരൻ ഒരു 6 മാസം പടിയെടുക്കണ കാശ് വേണം ഈ ഒരു സെറ്റ് മേടിക്കാൻ. ഈ $645 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 5000 രൂപ. ഓക്കെ, 50-ലാന്ന് ഓർക്കണം. അപ്പോൾ ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3,30,000 രൂപ വരും ഈ ഒരു സെറ്റിന്റെ വാല്യൂ അന്ന്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ അന്നത്തെ വമ്പൻ പണക്കാർ അല്ലെങ്കിൽ ഒരു ലക്ഷറി ലൈഫ് ജീവിക്കുന്നവർ മാത്രമാണ് ഈ ഒരു സെറ്റ് മേടിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ അറിവിൽ ഇന്ന് കേരളത്തിൽ വിരലിലെണ്ണാവുന്ന സെറ്റുകളാണുള്ളൂ. അതായത് ദേശത്ത് നിന്ന് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് കൊണ്ടുവന്നെങ്കിൽ വലിയൊരു തുക കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതാണ് പഴയ കാലത്ത് ടേപ്പ് റെക്കോർഡറൊക്കെ എല്ലാവരും കൈ പിടിച്ചുകൊണ്ട് തന്നെ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബോക്സ് പൊട്ടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ട. പക്ഷേ ഈ ഒരു സെറ്റിന് എനിക്ക് തോന്നുന്ന ഒരു 10.5 കിലോ ഉള്ള സാധനമാണ്. അപ്പോൾ ഒരിക്കലും അത് കൈ പിടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. നല്ലൊരു തുക ടാക്സ് അടച്ച് തന്നെ കൊണ്ടുവന്ന ഒരു ഐറ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു TR എന്ന് പറയും, അതായത് ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് ഒരുപാട് നാൾ വിദേശത്ത് താമസിച്ചവർക്ക് ചെറിയൊരു കസ്റ്റംസ് ഡ്യൂട്ടി അടിച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്നതാണ് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ടേപ്പ് റെക്കോർഡറിന് കുറച്ച് സ്പെസിഫിക്കേഷൻ കൂടി ഞാൻ പറയാം. ആദ്യത്തെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ APSS എന്ന് പറയും, അതായത് ഓട്ടോമാറ്റിക് പ്രോഗ്രാം സെർച്ച് സിസ്റ്റം എന്ന് പറയും. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ CD അല്ലെങ്കിൽ ഫോണിലൊക്കെ നമ്മൾ ജസ്റ്റ് ഓരോ പാട്ട് ഇങ്ങനെ നെക്സ്റ്റ് അടിച്ചാൽ പോകും. പക്ഷേ 80 കാലഘട്ടത്തിൽ APSS ടെക്നോളജി കൊണ്ടുവന്നത് ഷാർപ്പാണ്. അതായത് കാസറ്റിന്റെ ആ ഒരു പാട്ടില്ലാത്ത ബ്ലാങ്ക് സ്പേസ് ഓട്ടോമാറ്റിക്കലി ഫൈൻഡ് ചെയ്ത് നെക്സ്റ്റ് പാർട്ടിയിട്ട് പോണ ഒരു സെറ്റപ്പാണ് APSS. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സിങ്ക്രണൈസ്ഡ് ഡബിങ്. അതായത് ഒറ്റ ക്ലിക്കിൽ എന്താ പറയുക 2 ഡെക്കും സ്റ്റാർട്ട് ചെയ്യും. പ്ലേ ചെയ്യണോ അതായത് റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ എന്താ പറയുക വളരെ ഈസി ആയിരിക്കും. പാട്ട് ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് സിങ്ക്രണൈസ്ഡ് ഡബിങ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ മെറ്റൽ കാസറ്റ്. അതായത് മെറ്റൽ കാസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ക്വാളിറ്റി കൂടിയ കാസറ്റാണ്. അതായത് CD ക്വാളിറ്റി തന്നെ കാസറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു കാസറ്റ് പ്ലേ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡെക്കാണിത്. കാരണം മിക്സിംഗ് കൺസോൾ, അതായത് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു മൈക്രോഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെങ്കിലും പാട്ട് പാടി അതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതൊരു കരോക്കെ സെറ്റപ്പ്. പിന്നെ വന്നൊരു സംഭവമാണ് ബിൽറ്റ് ഇൻ മൈക്ക്. അതായത് ഇത് ഹൈലി സെൻസിറ്റീവ് മൈക്കാണ്. കാരണം ഇച്ചിരി ലോങ്ങിൽ നിന്ന് നമ്മൾ പറഞ്ഞാലും അന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണിത്. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ LED ലൈറ്റുകളാണ് പാട്ടിനനുസരിച്ച് ലൈറ്റ് കത്തലൊക്കെ. അപ്പോൾ 80കളിൽ ഈ ഒരു സ്പെസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞാൽ ആ കാലത്ത് ഒരു അത്ഭുതം തന്നെയാണ്. ഈ ഒരു ഷാർപ്പ് GF 666നെ കുറിച്ച് ഇത്രയും കഥ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എനിക്ക് തന്ന ആൾ കാണുമായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. കാരണം അദ്ദേഹം എൻ്റെ ഒരു പ്രിയപ്പെട്ട ഫോളോവർ തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന അദ്ദേഹം കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എന്താ പറയുക വലിയൊരു നന്ദി. എ ബിഗ് താങ്ക്സ് ഫോർ ഗിവിംഗ് ദിസ് എ വണ്ടർഫുൾ മെഷീൻ. സോ അടുത്ത വീഡിയോ കാണാം. ബൈ.